തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ട് CPIM-ന്റെയും CPI-യുടെയും ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. നേതാക്കളും പ്രവർത്തകരും ജനങ്ങളെ നേരിട്ട് കേൾക്കുന്ന പരിപാടി ഒരാഴ്ച നീണ്ടു നിൽക്കും. ഇതിനിടെ ഗൃഹസന്ദർശന പരിപാടിയുടെ മാർഗരേഖ CPIM തയ്യാറാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിലേക്ക് LDF-നെ എത്തിക്കുക എന്നുള്ളതാണ് ഗൃഹസന്ദർശന പരിപാടിയുടെ ലക്ഷ്യം. പാർട്ടിയുടെ നയങ്ങളും ഭരണനേട്ടങ്ങളും വിശദീകരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കും. തിരുവനന്തപുരം മണ്ണന്തലയിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പരിപാടിക്ക് നേതൃത്വം നൽകി. വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. CPM-നും LDF-നും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി. മന്ത്രിമാരും MLA-മാരും മുതിർന്ന നേതാക്കളുമടക്കം ഓരോ ജില്ലകളിലും വീടുകളിൽ നേരിട്ടെത്തുന്നുണ്ട്. ആലപ്പുഴയിൽ ബിനോയ് വിശ്വം നേതൃത്വം നൽകി. പാർട്ടി സഖാക്കൾ എല്ലാ ബ്രാഞ്ചുകളിലെയും എല്ലാ വീടുകളിലും പോകും. സംസാരിക്കുന്ന കൂടെ രാഷ്ട്രീയം പറയും, അനുഭവങ്ങൾ പറയും, നിർദ്ദേശങ്ങൾ കേൾക്കും, ഉപദേശങ്ങൾ ആരായും, വിമർശനമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളൂ. ഇതിനിടെ ഗൃഹസന്ദർശനത്തിന്റെ മാർഗരേഖ CPIM തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച തുടങ്ങി. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തർക്കിച്ചു ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമാപൂർവ്വം ഇടപെടണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് CPIM മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണം. ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും വിശദീകരണത്തിലുണ്ടാവണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ജനങ്ങളെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.